നമസ്കാരം. വ്യോമഗതാഗതം തടസ്സപ്പെടുക എന്നത് ആദ്യമായി നടക്കുന്ന കാര്യമൊന്നുമല്ല. എന്നാൽ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമോ പ്രകൃതി പ്രതിഭാസങ്ങൾ കാരണമോ അല്ല ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ ആക്രമണം നടത്തുകയും ഇറാൻ സമാനമായ രീതിയിൽ അതിനോട് പ്രതികരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ മധ്യപൂർവേഷ്യയിലെ ആകാശം ഏതാണ്ട് പൂർണ്ണമായി തന്നെ അടച്ചുപൂട്ടി. ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ്, UAE എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ അക്ഷരാർത്ഥത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. സുരക്ഷിതമായ ഇടങ്ങളിൽ കഴിയണമെന്നും യാത്രകൾ ഒഴിവാക്കണമെന്നും അധികൃതർ സമയാസമയങ്ങളിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയം ഈ രാജ്യങ്ങളിലുള്ള ബ്രിട്ടീഷ് പൗരന്മാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. UAE, ബഹ്റൈൻ, ഇറാഖ്, ഖത്തർ എന്നീ രാജ്യങ്ങൾ ആക്രമണത്തെ തുടർന്ന് ആകാശപാത കൊട്ടിയടച്ചു. ഇതോടെ നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കേണ്ടതായി വന്നിരിക്കുകയാണ്. ആയിരക്കണക്കിന് യാത്രക്കാരാണ് ഇതുമൂലം ദുരിതമനുഭവിക്കുന്നത്. ഈ മേഖലയിലെ വിവിധ വിമാനത്താവളങ്ങളിലായി ആയിരങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും കിഴക്കൻ അർദ്ധഗോളത്തിലേക്കും ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കുമുള്ള വ്യോമഗതാഗതത്തിൽ ഈ മേഖലയ്ക്ക് സുപ്രധാനമായ പങ്കാണ് ഉള്ളത്. 2025 ദുബായിലെയും അബുദാബിയിലെയും വിമാനത്താവളങ്ങളിൽ കൂടി മാത്രം 127 മില്യൺ യാത്രക്കാരാണ് കടന്നുപോയതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. അതിനിടയിൽ മധ്യപൂർവ്വ ദേശങ്ങളിലേക്കുള്ള നിരവധി വിമാന സർവീസുകൾ റദ്ദു ചെയ്തതായി ബ്രിട്ടീഷ് എയർവേസ് അറിയിച്ചു. റദ്ദു ചെയ്ത വിമാനങ്ങളിൽ പോകാനിരുന്നവർക്ക് മുഴുവൻ ടിക്കറ്റ് തുകയും തിരികെ നൽകുമെന്ന് അറിയിച്ച ബ്രിട്ടീഷ് എയർവേസ് യാത്രാ തടസ്സവുമായി ബന്ധപ്പെട്ട് ഹോട്ടലിൽ താമസിക്കേണ്ടി വരികയോ മറ്റ് ചെലവുകൾ ഉണ്ടാവുകയോ ചെയ്താൽ അതും വഹിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ദുബായിൽ നിന്നും ദുബായിലേക്കുമുള്ള സർവീസുകൾ റദ്ദു ചെയ്തതായി എമിറേറ്റ്സും അറിയിച്ചു. ഇസ്രായേൽ, ദുബായ്, അബുദാബി എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകളെല്ലാം മാർച്ച് 7 വരെ റദ്ദു ചെയ്തിരിക്കുന്നതായി വിസ് എയറും അറിയിച്ചു. അതിനിടെ ലണ്ടനിൽ നിന്നും ദുബായിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കിയ വെർജിൻ അറ്റ്ലാന്റിക് ഇറാഖ് വ്യോമപാത ഉപയോഗിക്കുന്ന വിമാനങ്ങൾ വഴിതിരിച്ചുവിടാനും തുടങ്ങി. നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ളതുൾപ്പെടെ ഇന്ത്യയിൽ നിന്നും ഈ മേഖലയിലേക്കുള്ള നിരവധി വിമാന സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. അടുത്ത 24 മണിക്കൂർ നേരത്തേക്കാണ് എയർ ഇന്ത്യ സർവീസ് റദ്ദാക്കിയിരിക്കുന്നത്. അതിനിടെ മധ്യപൂർവേഷ്യയിലെ വിവിധ വിമാനത്താവളങ്ങളിൽ നിരവധി യാത്രക്കാരാണ് കുടുങ്ങിക്കിടക്കുന്നതെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. സെക്യൂരിറ്റി ചെക്കിംഗ് പൂർത്തിയാക്കിയവരെ പോലും ബോർഡിംഗ് ഗേറ്റിൽ നിന്ന് തിരികെ കൊണ്ടുപോവുകയായിരുന്നു. ബ്രിട്ടനിൽ നിന്നുള്ള വിമാനം തിരിച്ചുവിട്ടു. ഇന്നലെ രാവിലെ മുതൽ മധ്യപൂർവേഷ്യ സംഘർഷഭരിതമായതോടെ എഡിൻബർഗിൽ നിന്നും ഖത്തറിലേക്ക് പോവുകയായിരുന്ന വിമാനം പാതി വഴിയിൽ യാത്ര അവസാനിപ്പിച്ച് തിരികെ പറന്നു. ലോകമെമ്പാടു നിന്നും ഈ മേഖലയിലേക്കുള്ള നിരവധി വിമാന സർവീസുകളാണ് റദ്ദാക്കപ്പെട്ടിരിക്കുന്നത്. UAE, ഖത്തർ, ബഹ്റൈൻ, ജോർദാൻ, ലെബനൻ, ഇസ്രായേൽ, ഇറാഖ്, ഇറാൻ എന്നിവയിലൂടെയുള്ള വ്യോമപാതകൾ പൂർണ്ണമായും അടച്ചപ്പോൾ സൗദിയിൽ ഭാഗികമായി വ്യോമപാതകൾ അടച്ചു. ഹീദ്രോവിൽ നിന്നും പറന്നുയരാൻ റൺവേയിലൂടെ ഓടിയിരുന്ന ഖത്തർ എയർവേസിന്റെ ഒരു വിമാനവും യാത്ര റദ്ദാക്കി ടെർമിനലിലേക്ക് മടങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട്.